ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ എപ്പോഴും വരാറുള്ളത് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു റിവ്യൂ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് പറയുന്നത് പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു വീഡിയോ ആണ്, ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആണ്. നിങ്ങൾ മുഴുവനായിട്ട് കാണണം. കാരണം ഇന്നലെ ഈ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി 4ാം ക്ലാസ്സുകാരി മരിച്ചു എന്ന് പറഞ്ഞുള്ള ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ അതിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫസ്റ്റ് എയ്ഡ് ടിപ്സുമായിട്ടാണ് ഈ വീഡിയോ. സോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതായത് ഒരു കൊച്ചുങ്ങൾക്കൊക്കെ ഭക്ഷണം വല്ലതും തൊണ്ടയിൽ കുടുങ്ങിപ്പോയാൽ 10 മിനിറ്റ് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ കൊച്ചുങ്ങൾ മരിച്ചു പോകും. അപ്പോൾ നോർമലി എന്ന് വെച്ചാൽ 3 മിനിറ്റ് സാധാരണ ഇതിൽ 3 മിനിറ്റ് തലച്ചോറിലേക്ക് ബ്ലഡ് ഫ്ലോ കിട്ടാതെ വരും, ബ്ലോക്കായി കഴിയുമ്പോൾ. അങ്ങനെ ബ്ലോക്കായി കഴിയുമ്പോൾ ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കും. ആ സാഹചര്യം ക്ലിനിക്കൽ ഡെത്ത് പറയുന്നത്. ആ ക്ലിനിക്കൽ ഡെത്ത് സമയത്ത് നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഇവിടെ ചെയ്താൽ മാത്രമേ കൊച്ചിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് കൊച്ചിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ടെക്നിക്ക് ചെയ്യാണ്ട് ഒരു സ്കില്ലുണ്ട്. ആ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ പറ്റിയത് അതായിരിക്കുമോ? ഈ സംഭവത്തിൽ പറ്റിയതാണ്. കൊച്ചിൻ്റെ തൊണ്ടയ്ക്കകത്ത് ഭക്ഷണം കുടുങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ബേജാറായി, പ്രശ്നങ്ങളാണെന്ന് കണ്ടു. അവർ ഓരോക്കെ ഒറ്റ ആശ്രയമുള്ളൂ, എന്താണ് ആശുപത്രിയിൽ പോകുന്നത്. അപ്പോൾ അവർ ഹോസ്പിറ്റലിലെത്തി. പക്ഷേ ഹോസ്പിറ്റലിൽ 10 മിനിറ്റിനുള്ളിൽ എത്തിയപ്പോൾ ചിലപ്പോൾ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഫുള്ളി ഒക്കെ ബ്ലോക്കഡ് ആണെങ്കിൽ. മനസ്സിലായി? അതായത് 3 മിനിറ്റ് കൂടുതൽ ബ്ലഡിലൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് കിട്ടാതെ വരുമ്പോൾ കൊച്ചിന് ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കും. അങ്ങനെ ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച കൊച്ചാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അതെന്താന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ബാറ്ററി ഇട്ട് ഓണാക്കി കൊച്ചു കരയൊക്കെ ചെയ്യും. ഇല്ല, കൊച്ചു കരയില്ല അത്ര. അപ്പോൾ ഈ പ്രായമുള്ള കൊച്ചാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് എന്ത് വെച്ചാൽ വാ തുറന്ന് പിടിക്കാൻ പറ്റില്ല, ഫുൾ ടൈം തുറന്ന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഈ കൈ വെച്ച് ഇങ്ങനെ പിടിക്കും. അപ്പോൾ വായ തുറന്ന് പിടിക്കും. എന്നിട്ട് നമ്മൾ ഈ കയ്യിലേക്ക് കിടത്തും കൊച്ചിനെ, ഈ 2 കയ്യിലേക്ക്. മനസ്സിലായി? എന്നിട്ട് കിടത്തിയിട്ട് നമ്മുടെ ഈ കാലിൻ്റെ ഇടയ്ക്ക് ചെരിച്ച് പിടിക്കും. പക്ഷേ ഈ കൊച്ചു കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഈ കാലിൽ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടി പിടിച്ചോണം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? 1 2 3 4 5 ഇങ്ങനെ അത്ര പ്രഷറിൽ കൊടുക്കണം. അത്ര പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഈ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പുറത്തേക്ക് ചാടിപ്പോകും. നോർമലി ഇത് ചാടി പുറത്ത് പോകും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഈ കയ്യിലോട്ട് കിടത്തിയിട്ട് 1 2 3 4 5 ആക്കുമ്പോൾ ഇതിലെ സാധനം പുറത്ത് വരും. ആദ്യം ഫസ്റ്റ് ഇത് അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ ഒന്ന് നോക്കട്ടെ. അതായത് ഫസ്റ്റ് കൊച്ചിനെ എടുത്ത് ഈ പറയുന്ന പോലെ വാ തുറക്കുക, വാ ഇങ്ങനെ അമർത്തി പിടിക്കുക 2 പേരിലോട്ട്. അങ്ങനെ പിടിച്ച് ഇവിടത്തേക്ക് കിടത്തുക അല്ലേ? ഈ കാല് ഈ കയ്യിലായിട്ട് വെക്കണം, ഈ കാല് നൂർത്തി വെക്കാം, ചരിച്ചു പോയാൽ ഇനി ഇവിടെ തട്ടുക. ഇപ്പം ഇങ്ങനെ തമ്പി ചെയ്യാം. 5 പറയാം. 1 2 3 4 5 5 ബാക്ക് ബ്ലോസും ഇങ്ങനെയാണ് അല്ലേ? ഈ പ്രഷർ ഇങ്ങനെ പ്രഷർ കൊടുക്കണം അല്ലേ? ഓക്കെ. നല്ല പവറിൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നല്ല പവറിൽ കൊടുക്കുക. ആ കൊച്ചു താങ്ങാൻ പറ്റും പവറിൽ കൊടുക്കണം. ഒരു അത്യാവശ്യം പവർ കൊടുക്കണം. ഓവർ പവറിലല്ല. ഈ തട്ട് മതി. ആ തട്ട് തന്നെ കൊച്ചിൻ്റെ ഒന്ന് വായിക്കകത്ത് അതിന് പുറത്ത് വരും. ഈ വായി പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അമർത്തി പിടിക്കുന്നത്. തുറന്നു പോകും. കുറച്ച് വലിയ കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് എന്തുണ്ടോ നമ്മളിങ്ങനെ പിടിച്ചില്ലേ, ഇതിന് നമ്മൾ ഈ കയ്യിലേക്ക് മാറ്റും. കേട്ടോ, ഇതുണ്ടോ പൊസിഷൻ കേട്ടോ. ഇങ്ങനെ പിടിച്ചു ഈ കയ്യിലേക്ക് കടത്തിയിട്ട് നമ്മൾ ഇവിടെ പിടിച്ചു പ്രസ് അവിടെ മറ്റേ നമ്മൾ സാധാരണ മറ്റേ CPR കൊടുക്കുന്ന പോലെ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം ഇതിപ്പോൾ കുഞ്ഞു കൊച്ചുങ്ങൾക്കുള്ളതല്ലേ? അപ്പോൾ ഒരു അത്യാവശ്യം വലുതായി ഇപ്പം 4 വയസ്സുകാരിലെ 4ാം ക്ലാസ്സുകാരിയല്ലേ മരിച്ചത്, അങ്ങനെയുള്ളൊരു സംഭവമാണെങ്കിലോ? കുറച്ച് വലിയ ആളാണ്. അത് ഡെമോ കാണിക്കാം. നമ്മളിങ്ങനെ നിന്നില്ലേ, ഈ കാല് നമ്മുടെ ഈ 2 കാലിൻ്റെ ഇടയിലേക്ക് നമ്മുടെ കാല് കയറ്റി വെക്കും ഇങ്ങനെ. എന്നിട്ട് മനസ്സിലായോ? കാല് 2ന്റെ ഇടയിൽ ഇതുപോലെ കാല് വെക്കും. എന്നിട്ട് നിന്റെ പുക്കിളിന്റെ ജസ്റ്റ് മുകളിൽ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ തമർത്തും. ഉണ്ടോ? ഇങ്ങനെ അമർത്തിയിട്ട് ഈ പിള്ളേർ ഇത് കൈതാത്ത് തന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇങ്ങനെ തട്ടിക്കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം തട്ടിക്കൊടുക്കുക. ശരിയാട്ടോ. ഇവിടെ എന്തൊരു 5 പ്രാവശ്യം തട്ടുമ്പോൾ തന്നെ ഇത് പുറത്ത് വരും. പിന്നെ നോർമലി ഒരു ഇച്ചിരി പ്രായം, എത്ര പ്രായമുള്ളവരുടെ പിള്ളേർക്ക് ഒരു 5 ചെറിയ പറഞ്ഞ പോലെ 9 വയസ്സ് പ്രായം, 4ാം ക്ലാസ് 10ാം ക്ലാസ് വരെ. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്, ഹെംലിച്ച് മാനുവൽ എന്നൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ പുക്കളുടെ ജസ്റ്റ് മുകളിൽ ഈ വിരൽ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കും കേട്ടോ. ഇതിങ്ങനെ പിടിച്ച് ഇത് അങ്ങനെ ആക്കിയിട്ട് വന്നില്ലേ എല്ലാം വരും. ഇപ്പോൾ എവിടുന്ന് വരും എനിക്കറിയില്ല. അതാണ് ആ ഒരു രീതി. അതാണ് ഹെംലിച്ച് മാനുവൽ. അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് പിടിക്കും. ഉള്ളിലേക്ക് നന്നായി അമർത്തി പിടിച്ചിട്ട് ഇംഗ്ലീഷ് ചുരുട്ടി പിടിക്കുക അല്ലേ? അങ്ങനെ ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ് J എന്ന ആകൃതിയിൽ മുകളിലേക്ക് തോണ്ടും.
ഓക്കെ ഓക്കെ അതിപ്പോൾ മനസ്സിലാക്കി ഞെക്കിയപ്പോൾ സംഗതി എഫക്റ്റ് വരും. എന്ത് സാധനം ഉണ്ട് ഞാൻ ഒന്നുകൂടെ അമർത്തി പിടിച്ചാൽ ഛർദ്ദിക്കുന്നത് വേണ്ട. അപ്പം ഒരുവിധം പ്രായമുള്ളവർക്ക് ഇതാണോ ചെയ്യുക? വലിയ ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ, കുറച്ച് വലിയ ആൾക്കാർക്ക് ബാക്ക് ബ്ലോസ് ഇപ്പോൾ എഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും എഫക്റ്റീവ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച് ചെറിയ കുട്ടികൾക്ക് പറ്റും. ബാക്ക് ബ്ലോസിൽ ഞാൻ അതിനേക്കാൾ നല്ലത് ഈ ഹെംലിച്ച് മാന്യൂറാണ്. ഓക്കെ ഗൈസ്, എനിക്കറിയാം ഈ പറയുന്ന പോലെയുള്ള ഫസ്റ്റ് എയ്ഡിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ആർക്കും എന്താ പറയുക, പൊതുവേ നമ്മുടെ സ്കൂളിലോ ഈ പറയുന്ന സ്ഥലങ്ങളിലോ ഒന്നും നമ്മളെ സത്യത്തിൽ നമുക്കിതൊന്നും എവിടെയും പറഞ്ഞു തരുന്നില്ല. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുറവുകൾ നമ്മൾക്കൊക്കെ പല സിറ്റുവേഷൻസും വരുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡപ്പൻ ഈസ് സൈനിങ് ഓഫ്.